പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ചുവടുവയ്പ്പായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരു മുന്നണികൾക്കുമെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് BJPയും NDAയും മാത്രമാണ്. അതുകൊണ്ട് പ്രാദേശിക ഭരണ സമിതികൾ പലപ്പോഴും വികസനത്തിന് പ്രാമുഖ്യം നൽകേണ്ട സമിതികളാണ് എന്നുള്ളതുകൊണ്ട് വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയും എന്നുള്ള നിലക്ക് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. LDFും UDFും മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി വികസന അജണ്ടയെ പുറകോട്ട് വലിക്കുകയാണ്. ഈ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടമെത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെയാണ് UDFിൻ്റെയും LDFിൻ്റെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും സംഘടിത വോട്ട് ബാങ്കിന് പിറകിൽ വീണ്ടും UDFും LDFും അഭയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഇത് ഏറ്റെടുത്തതോടുകൂടി UDFിൻ്റെയും LDFിൻ്റെയും ജീവൻ രക്ഷാമരുന്ന് പഴയതുപോലെ ഈ പ്രാവശ്യവും ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ സാമുദായിക വർഗീയ അജണ്ടയ്ക്കെതിരായി വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന BJPക്കും NDAക്കും അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അതേ വിജയം ഞങ്ങൾ ആവർത്തിക്കും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടിയിരുന്നു, ഒന്നാമത്തെ പാർട്ടിയായിരുന്നു. ഈ പ്രാവശ്യവും ആ വിജയം ഞങ്ങൾ ആവർത്തിക്കും. തൃശ്ശൂർ കോർപ്പറേഷനിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരും. അല്ല, ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടല്ലോ, സ്വാഭാവികമാണല്ലോ. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. സാധാരണ ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം കിട്ടാറില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വീഴ്ചയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് അറസ്റ്റ് ഭയപ്പെടേണ്ടതില്ല, അദ്ദേഹത്തിന് വരാം. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വികസനമാണ്. ആ ചർച്ചയെ മാറ്റാൻ വേണ്ടിയാണ് LDPയും UDFും പരിശ്രമിക്കുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യും. UDFിനും LDFിനെതിരായിട്ട് ഇത്തരം വിഷയങ്ങളുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള CPMനെതിരായിട്ടുള്ള വലിയ ജനവികാരമായിട്ട് പ്രതിഫലിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച ജനവിരുദ്ധമായ, പ്രത്യേകിച്ചും ഒരു ധാർമ്മിക വിരുദ്ധമായ നിലപാടുകൾ അതും സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. കാരണം അരനൂറ്റാണ്ട് കാലത്തിലേറെ കാലം ഈ കോർപ്പറേഷൻ്റെ ഭരണം കൈയാളിയിട്ടുള്ളത് CPMമാണ്. പലപ്പോഴും കോർപ്പറേഷൻ്റെ അകത്ത് കോൺഗ്രസും ലീഗും ഒരുമിച്ച് ചേർന്നുകൊണ്ട് LDFിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ വിജയസാധ്യതയെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസും CPMും തമ്മിൽ രഹസ്യധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഫലത്തിൽ അത് CPMനെ സഹായിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് കാലാകാലമായിട്ട് CPMനെ സഹായിക്കുന്നതുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ ദുർവിധി ഉണ്ടാകുന്നത്. ഈ പ്രാവശ്യം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ട് വലിയ മുന്നേറ്റം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം അതാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.